ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ ഞാൻ പോണ്ടിച്ചേരി വരെയുള്ള ട്രെയിൻ വീഡിയോ ആണ് ചെയ്തത്. ഞാനിപ്പോൾ പോണ്ടിച്ചേരി എത്തി. ഇതാണിപ്പോൾ എൻ്റെ റൂം. ഇത് വളരെ സ്പേഷ്യസ് ആയ ഒരു റൂമാണ്. വിത്ത് ഡ്രോയിങ് റൂം അടക്കമാണ് എനിക്ക് റൂം കിട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ ട്രീബോ വഴിയാണ് ഈ റൂം ബുക്ക് ചെയ്തത്. ഇത് ട്രീബോയുടെ സൗത്ത് അവന്യൂ ഹോട്ടലാണ് പോണ്ടിച്ചേരിയിലുള്ളത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഇപ്പോൾ ആദ്യം തന്നെ ഈ ഹോട്ടലിലെ റൂമിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. റൂം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് റൂമിന്. പിന്നെ എനിക്കൊരു കുറവ് വന്നത് ടോയ്ലറ്ററീസ് മാത്രം കുറച്ച് കുറവുണ്ടായിരുന്നു. അതല്ലാണ്ട് വെച്ച് നോക്കുമ്പോൾ എല്ലാം റൂം പക്ക നീറ്റും എല്ലാ ഫെസിലിറ്റീസും ഉള്ള റൂമായിരുന്നു. ആക്സസറീസിനൊക്കെ ഇച്ചിരി റസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു വേറെ പോരായ്മകളെന്ന് പറയാനുണ്ടായിരുന്നത്. രാവിലെയായി. ഞാനിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 7:30 to 9:30 ആണ്. സാധാരണ ഹോട്ടലിൽ 7:30 to 10:30 ആണ്. പക്ഷേ ഇവിടെ 7:30 to 9:30 മാത്രമേ ഒരു സമയം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അവിടെ ഞാനിപ്പോൾ എത്തിയപ്പോൾ ഒരു 9 o'clock ആയി. അപ്പോഴത്തേക്ക് ഏകദേശം ഫുഡൊക്കെ കുറച്ച് തീർന്നിരുന്നു. എന്നാലും അത്യാവശ്യം ഫുഡ് ഉണ്ടായിരുന്നു. ഞാനപ്പോൾ സാധാരണ പോലെ കോൺഫ്ലേക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അധികം ബുഫേസ് ഒന്നുമില്ല. എന്നാലും ഇഡ്ഡലി, ദോശ, പിന്നെ ഒരു ഓർഡർ അനുസരിച്ചിട്ട് പിന്നെ നമുക്ക് ഓംലേറ്റ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ തരും. കഴിച്ചു. അതിനുശേഷം ഞാനിപ്പോൾ റിസപ്ഷൻ്റെയും ഇതൊക്കെ വീഡിയോസൊക്കെയാണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് ശേഷം എനിക്ക് ഞാനൊരു സ്കൂട്ടർ റെൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അതിനാണ് ഞാനിവിടെ പോണ്ടിച്ചേരിയിൽ ഫുൾ ടൂറിസ്റ്റ് പ്ലേസ് നിങ്ങൾക്ക് കവർ ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അങ്ങനെ ഞാനിപ്പോൾ പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നേരെ സ്കൂട്ടർ റെൻ്റ് എടുത്ത അങ്ങോട്ടേക്ക് പോവുകയാണ്. അത് ഇപ്പം നമ്മുടെ ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് ഒരു 200 മീറ്റേഴ്സേ ഉള്ളൂ. അതിൻ്റെ പേര് പറയുന്നത് സ്റ്റാർ ടൂ വീലർ എന്നാണ്. ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പോകുന്ന വഴി ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു പോക്കറ്റ് റോഡുണ്ട്. ഈ റോഡിലൂടെ ജസ്റ്റ് ഒരു 50 മീറ്റേഴ്സ് നമുക്ക് വാക്ക് ചെയ്താൽ നമുക്ക് ഈ ടൂ വീലർ റെൻ്റ് കൊടുക്കുന്ന ഷോപ്പിലെത്താം. അങ്ങനെ ഇപ്പോൾ നടന്ന് ഞാനിപ്പോൾ എൻ്റെ സ്റ്റാർ ടൂ വീലർ ഷോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ നേരത്ത് ജസ്റ്റ് നമ്മുടെ ഒരു ID പ്രൂഫ് അത് ഇവരെ ഏൽപ്പിക്കണം. മാത്രമല്ല ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു 500 rupees നമ്മൾ കൊടുക്കും. പിന്നെ ഇപ്പോൾ നമുക്ക് എത്ര ദിവസത്തേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ പെർ ഡേ 500 വെച്ചാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇവരുടെ കയ്യിൽ എല്ലാ തരം സ്കൂട്ടേഴ്സും ബൈക്സും അവൈലബിൾ ആണ്. മാത്രമല്ല പോണ്ടിച്ചേരിയിലെ എല്ലായിടത്തും ടൂ വീലേഴ്സ് നമുക്ക് റെൻറ്റിന് അവൈലബിൾ ആണ്. ഈവൻ 4 വീലേഴ്സ് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഈ വണ്ടിയായിരുന്നു ഞാൻ പോണ്ടിച്ചേരി 2 ദിവസത്തെ ട്രിപ്പിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇത് ഫാസിനോ ആണ്. ഇത് നമുക്ക് വിത്ത് ഹെൽമെറ്റാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ ഞാനിപ്പോൾ ആദ്യത്തെ എൻ്റെ ഡെസ്റ്റിനേഷനായ ഗാന്ധി പാർക്കിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ശരിക്കും നമുക്ക് പോകേണ്ട സമയം ശരിക്കും വൈകിട്ടാണ്.
പക്ഷേ ഞാനിപ്പോൾ മറ്റ് ടൂറിസ്റ്റ് പ്ലേസിൽ ഞാൻ പോയപ്പോൾ അവിടെയൊക്കെ എല്ലാം ക്ലോസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ നേരെ മ്യൂസിയത്തിലേക്ക് ചെന്നിരുന്നു. പക്ഷേ മ്യൂസിയത്തിന് ഇന്ന് ഞാൻ ഈ പോയ ദിവസം ചൊവ്വാഴ്ച എന്തോ അവിടെ അവധിയായിരുന്നു. അവിടെ എനിക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ ക്രാഫ്റ്റ് വില്ലേജിലും ഞാൻ പോയിരുന്നു. അവിടെയും എനിക്ക് കയറാൻ സാധിച്ചില്ല. അവിടെയും എന്തോ അടച്ചിട്ടേക്കണം ഞാൻ പോയപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് ഞാൻ ഇപ്പോൾ ഗാന്ധി പാർക്കിലേക്ക് പോകുന്നു. ഇവിടെ ഇപ്പോൾ ഒരുപാട് സ്ഥലം നമുക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാനും നടന്ന് ഒന്ന് വിശ്രമിക്കാനും അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ അവരോട് കളിക്കാനുള്ളൊരു സ്ഥലം ഇവിടെ ഈ പാർക്കിലുണ്ട്. ഇത് പോണ്ടിച്ചേരിയുടെ ഹാർട്ട് ഓഫ് ദ സിറ്റി തന്നെയാണ് ഈ ഗാന്ധി പാർക്ക് ഉള്ളത്. ഞാനിപ്പോൾ നടന്ന് നിങ്ങൾക്ക് മൊത്തം ഇതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇതിപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി എന്താണെന്ന് പറയാൻ അറിയില്ല. ഞാൻ നിങ്ങൾക്ക് ഫുൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇത് ധാരാളം മലയാളികളും അതുപോലെ ഓരോ സ്ഥലത്തു നിന്നുള്ള ടൂറിസ്റ്റുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഇതുപോലെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടുകൾ ഈ ഗാന്ധി പാർക്കിൻ്റെ അകത്തുണ്ട്. ഇവിടെ ഈ ഗാന്ധി പാർക്കിൽ നമുക്കിപ്പോൾ ഒരു ഓപ്പൺ ജിം കാണാം. പക്ഷേ ഈ ജിമ്മിൽ ഞാൻ കയറി നോക്കിയപ്പോൾ എല്ലാം ഒന്നും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് ആകെ തകർന്നിരിക്കുകയാണ്. പക്ഷേ എന്നാലും ആളുകൾ ഇവിടെ വന്ന് എല്ലാത്തിലും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഈ നട്ടുച്ച നേരത്തും ഇവിടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്.
ഇതിപ്പം മാത്രമല്ല, ഇത് വെക്കേഷൻ സമയത്തായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം മലയാളികളും ഒപ്പം തന്നെ പല സ്ഥലത്തു നിന്നുള്ള ആളുകളും ഇവിടെ വന്നിട്ടുണ്ട്. ഈ പാർക്കിൽ ഒരുപാട് കപ്പിൾസിനും സമയം ചെലവഴിക്കാൻ ഒരു സ്ഥലം കൂടിയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് കപ്പിൾസും ഉണ്ടായിരുന്നു ഇവിടെ വന്നിരിക്കാൻ. എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ചൂടൊരു രക്ഷയില്ല. നമ്മൾ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആവും. ഇപ്പോൾ ചെന്നൈയിലുള്ള പോലെ അതേപോലത്തെ ചൂടാണ് ഇവിടെ പോണ്ടിച്ചേരിയിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഗവൺമെൻറ് ഓഫീസാണത്. ഞാൻ നിങ്ങൾക്ക് ഇതിപ്പോൾ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെ നോക്കിയാലും കുറേ കപ്പിൾസിനെ കാണാം. കപ്പിൾസിൻ്റെ ഒരു മെയിൻ കേന്ദ്രമാണ് ഈ ഒരു ഗാന്ധി പാർക്ക് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇപ്പോൾ ഞാൻ ഗാന്ധി പാർക്കിൽ നിന്ന് പോന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 1:45 കാണും. ഇനിയിപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ മലയാളികളുടെ റെസ്റ്റോറൻറ്റാണ്. എൻ്റെ നാട് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്. ഇത് നടത്തുന്നത് ഒരു മാഹി സ്വദേശി ഒരാളാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് പോയാൽ നല്ല തലശ്ശേരി ദം ബിരിയാണി നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ ഈ റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ കയറുകയാണ്. ഞാൻ ഇതിനകത്ത് കയറിയപ്പോൾ ഭയങ്കര ഒരു തിരക്കാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം ഇവിടെ പോണ്ടിച്ചേരി വന്ന ഒരുപാട് മലയാളികൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓരോരുത്തരായിട്ട് ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു റെസ്റ്റോറൻറ്റിൽ. അതുകൊണ്ട് എനിക്ക് ഫുഡ് കിട്ടാൻ വളരെയധികം താമസിച്ചു. എനിക്ക് 1:45 വന്നതും എനിക്ക് 2:30 ആയപ്പോഴാണ് ഇവിടുന്ന് ഫുഡ് കിട്ടിയത്. ഇത്രയും നേരം ഞാൻ വെയിറ്റിങ്ങിലിരുന്നു. പിന്നെ മാത്രമല്ല സ്റ്റാഫും കുറവുള്ളതുകൊണ്ട് സർവീസും വളരെ സ്ലോ ആയിരുന്നു ഇവിടെ. ഞാനിപ്പോൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡ്രിങ്ക് ഇപ്പോൾ അവിടെ നിന്ന് ഞാൻ മേടിച്ചിരുന്നു. അങ്ങനെ കാത്ത് എനിക്കിപ്പോൾ ഒരു 2:30 ആയപ്പോൾ എനിക്ക് ഫുഡ് കിട്ടി. ഫുഡ് കഴിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു അത്ര നല്ല ബിരിയാണി ഭയങ്കര എന്ന് പറയാനല്ല, കുഴപ്പമില്ല. ഏതായാലും അങ്ങനെ ഭയങ്കര എക്സലൻ്റ് എന്ന് പറയാനുള്ളൊരു ബിരിയാണി എനിക്ക് തോന്നിയില്ല. കുഴപ്പമില്ല, നോർമൽ ഒരു ബിരിയാണി എനിക്ക് ഫീൽ ചെയ്തത്. ഏതായാലും ഇതിപ്പോൾ പോണ്ടിച്ചേരിയിലുള്ളൊരു മലയാളികൾ നടത്തുന്ന റെസ്റ്റോറൻ്റാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് കഴിച്ചിറങ്ങി. ഇനിയിപ്പോൾ ഞാൻ അടുത്ത ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് നീങ്ങുകയാണ്. ഇതിവിടെ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തുള്ളൊരു കാഴ്ചയാണിത്. അവിടെ നിന്ന് വിട്ടതും ഞാൻ നേരെ വിട്ടത് അരബിന്ദോ ആശ്രമത്തിലേക്കാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഫോൺ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യണം ഇതിൻ്റെ അകത്ത് എൻട്രി ചെയ്യാൻ. ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും പാടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്തെ വിഷ്വൽസ് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ പുറത്തുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഇത് ഇപ്പോൾ മറ്റേ ഫ്രഞ്ച് കോളനി ആ പോകുന്ന വഴിക്കാണ് ഈ അരബിന്ദോ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഏത് സമയവും നല്ല തിരക്കാണ്. ഇവിടെ നമുക്ക് വിസിറ്റിംഗ് ടൈം വരുന്നത് വൈകുന്നേരം 6 മണി വരെയാണ്. രാവിലെ 10 തൊട്ട് 6 വരെയാണ് ഇവിടുത്തെ വിസിറ്റ് ടൈം വരുന്നത്. ഒരുപാട് ആൾക്കാർ ഈ ഒരു സമയത്തിനുള്ളിൽ ഇവിടെ വരുന്നുണ്ട്. അതിനുശേഷം ഞാൻ പോയത് ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു 200 മീറ്റർ അടുത്തുള്ള ഇവിടുത്തെ ഫേമസ് ഗണപതി ടെമ്പിളിൻ്റെ അടുത്തേക്കാണ്. ഇവിടെയും ഈ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അകത്ത് അലൗഡ് അല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പുറത്തെ വിഷ്വൽസാണ് കൂടുതലും ഇവിടെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അമ്പലത്തിൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇവിടെ ഇപ്പോൾ തമിഴ്നാട്ടിൽ പൊതുവെ അമ്പലങ്ങളിലോടൊരു ആളുകൾക്ക് പ്രിയം കൂടുതലാണല്ലോ. ഏതായാലും ഇപ്പോൾ ഞാൻ വന്ന ദിവസം നല്ല തിരക്കായിരുന്നു. ഇതാണെങ്കിൽ ഒരു ചെറിയ സ്ട്രീറ്റിനകത്തുള്ള ഒരു അമ്പലമാണത്. ഇവിടുത്തെ ഫേമസ് ഒരു ഗണപതി കോവിലാണത്. ഇതിൻ്റെ അകത്ത് വീഡിയോസും ഫോട്ടോസും അലൗഡ് അല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെയാണ് മറ്റേ തേങ്ങ ഉടക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെയാണുള്ളത്.
ഞാനിപ്പോൾ ഇതിനെ ചുറ്റി കാണുന്നത് നിങ്ങൾക്ക് ഇവിടുത്തെ വീഡിയോസൊക്കെ മൊത്തം കാണിച്ചു തരാം. ഇവിടെ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഈ അമ്പലത്തിലേക്കുള്ള പൂവ്, അതുപോലെ എന്തെങ്കിലും നാളികേരം, അങ്ങനത്തെ കുറേ സാധനങ്ങളുടെ വിൽപ്പന കേന്ദ്രമാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ നേരെ പോയത് പ്രോമിനേറ്റ് ബീച്ചിലേക്കാണ്. ഇത് ഞാൻ നേരത്തെ പോയ ഗാന്ധി പാർക്കിന് ജസ്റ്റ് ഓപ്പോസിറ്റാണത്. ഇവിടെയാണ് ഫേമസ് ആ ഗാന്ധിയുടെ സ്റ്റാച്യു ഉള്ളത്. ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് അങ്ങോട്ട് നടന്നുകൊണ്ട് കാണിച്ചു തരാം. ഇതാണ് ആ ഫേമസ് ഗാന്ധി സ്റ്റാച്യു ഉള്ള ബീച്ച് എന്ന് പറഞ്ഞാൽ പ്രോമിനേറ്റ് ബീച്ച്. ഇവിടെയാണ് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാടെന്ന് വെച്ചാൽ ഇപ്പോൾ സ്വപ്നക്കൂട്, ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് മലയാള സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ബീച്ചിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഈ സമയത്ത്. കാരണം ഇത് വെക്കേഷനാണല്ലോ, അപ്പോൾ എന്തായാലും നല്ല തിരക്ക് കാണും. പിന്നെ അതുപോലെ ഒരുപാട് ഈ കച്ചവട സ്ഥാപനങ്ങൾ ഈ ബീച്ചിൻ്റെ അടുത്തുണ്ട്. അതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നതാണ് വാർ മെമ്മോറിയൽ എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഇത് ബീച്ചിനോട് ചേർന്നിട്ട് തന്നെയാണുള്ളത്. അതാണിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ ബീച്ചിനോട് ചേർന്നുള്ള ഫ്രഞ്ച് റെസ്റ്റോറൻ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഡോക്ടർ BR അംബേദ്കർ മണിമണ്ഡപം എന്നൊരു ടൂറിസ്റ്റ് പ്ലേസാണിത്. ഇത് ബീച്ചിനോട് ചേർന്നിട്ട് തന്നെയാണ് ഉള്ളത്. കണ്ടോ, ഇവിടെ ഒരുപാട് ഫ്രഞ്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഈ ബീച്ചിനോട് ചേർന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരുപാട് സിനിമകളും ആഡുകളും ഈ പോണ്ടിച്ചേരിയിൽ ഷൂട്ട് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് ഈ ബീച്ച് സൈഡിൽ. ഇപ്പം ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഒരു ആഡ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ആണ് ഈ എടുത്തിരിക്കുന്നത്. ഇവിടെ പോണ്ടിച്ചേരിയിൽ സ്വദേശികളെക്കാട്ടും കൂടുതലും വിദേശികളെയാണ് കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോവ ബീച്ച് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ പോണ്ടിച്ചേരി ബീച്ച്. ഇവിടെ കൂടുതലും വിദേശികളാണ് വരുന്നത്. നമുക്ക് ഗോവയിൽ പോയ അതേ ഫീല് തന്നെയാണ് ഈ പോണ്ടിച്ചേരി ബീച്ചിൽ നമ്മൾ കാണുന്നത്. അതേ ഒരു ആംബിയൻസ് തന്നെ നമുക്ക് ഈ പോണ്ടിച്ചേരി ബീച്ചിൽ കാണാം. ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നൈറ്റ് എന്ന് വെച്ചാൽ ഒരുപാട് ആളുകളാണ് ഇവിടെ നൈറ്റിൽ ഇവിടെ ബീച്ചിൽ കറങ്ങാൻ വരുന്നത്. നമുക്ക് സോളോ ആയിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു ട്രിപ്പാണ് ഈ പോണ്ടിച്ചേരി ട്രിപ്പ്. ഇതിവിടെ ബീച്ചിനോട് ചേർന്നൊരു ക്രാഫ്റ്റ് ഷോപ്പാണ്. ഇവിടെ എല്ലാം വളരെ റീസണബിൾ റേറ്റിൽ കിട്ടുന്നൊരു കടയാണിത്. ഞാൻ ഇവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിയിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെയാണിത്. ഇത് ഒരു ബ്രൗണി ഷോപ്പ് അവൈലബിൾ ആണ്. ഇവിടെ പലതരത്തിലുള്ള ബ്രൗണി വിത്ത് ഐസ്ക്രീംസ്, പിന്നെ അത് ജെലാറ്റോ, ഫ്രൈസ് എല്ലാം അവൈലബിൾ ആണ്. അതിൻ്റെ തിരക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനും ആ ക്രാഫ്റ്റ് ബസാറിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി. അതിനുശേഷം ഞാനിപ്പോൾ സമയം 9 മണിയായി. ഞാൻ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. 9 മണിയായപ്പോൾ ബീച്ച് ഒരുവിധം ശാന്തമായിരിക്കുകയാണ്. നേരത്തെ കണ്ട ആ ഒരു തിരക്ക് കുറഞ്ഞിരിക്കുന്നു.
അപ്പോൾ ഞാൻ നേരെ എൻ്റെ സ്കൂട്ടർ പാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ പോണ്ടിച്ചേരിയിലെ മറ്റൊരു ഗവൺമെൻറ് ഓഫീസ്. അതിനുശേഷം ഞാൻ ഡിന്നർ കഴിക്കാൻ പോയത് ഒരു ഫ്രഞ്ച് റെസ്റ്റോറൻറ്റിലാണ് ഈ ബീച്ചോട് ചേർന്നിട്ടുള്ളത്. ഇവിടെ പലതരത്തിലുള്ള ഫ്രഞ്ച് ക്യൂസിൻസ് അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് റേറ്റ് കമ്പാരിറ്റീവ്ലി ഒത്തിരി ഹൈ ആണത്. ഞാൻ കഴിച്ച ഫുഡാണിത്. ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു. ബട്ട് ഇതിപ്പോൾ ഇവിടെ റേറ്റ് ഇത്തിരി നമ്മൾ കമ്പാരിറ്റീവ്ലി കുറച്ച് ഹൈ ആണത്. പിന്നെ കൂടുതലും ഇവിടെ ഫോറിനേഴ്സാണ് ഇവിടെ വരുന്നത്. ഇതാണ് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഉള്ളിലത്തെ ആംബിയൻസ്. വളരെ നല്ലൊരു ആംബിയൻസ് ആണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളിലുള്ളത്. സമയം 10 മണിയായിരിക്കുകയാണ്. ഞാനിപ്പോൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാക്കി വീഡിയോസ് ഇനി അടുത്ത വ്ളോഗിൽ ഞാൻ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ പാർട്ട് 2 വീഡിയോ ആണത്. ഓക്കെ.